നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. താൻ ക്യാൻസർ ബാധിതയാണെന്ന വിവരം ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് സോഷ്യൽ മീഡിയ താരം രേണു സുധി വെളിപ്പെടുത്തിയത്. അതിനുശേഷം വിമർശിച്ചവർ പോലും രേണുവിന് പ്രാർത്ഥനയുമായി എത്തി. പക്ഷേ ക്യാൻസർ രോഗത്തിന്റെ കഠിനമായ ചികിത്സാഘട്ടത്തിലൂടെ കടന്നുപോകുന്നതിനിടയിലും രേണു സുധിക്കെതിരെ സൈബർ ആക്രമണം ശക്തമാണ്. രേണു ക്യാൻസർ ആണെന്ന് കള്ളം പറയുകയാണെന്നും 2 ലക്ഷം രൂപയുടെ മരുന്നിന്റെ വില വിവരങ്ങൾ പറഞ്ഞത് കള്ളമാണെന്നും ആരോപിച്ചിരുന്നു. ഇപ്പോൾ രേണുവിന് 2 കീമോ കഴിഞ്ഞു. ചികിത്സ നടക്കുന്നതിനാൽ ഫോൺ ഉപയോഗിക്കാൻ കഴിയില്ല. അതിനാൽ താരം സോഷ്യൽ മീഡിയയിലും ആക്റ്റീവ് അല്ല. വല്ലപ്പോഴും ഭക്തിഗാനങ്ങൾ ആലപിച്ച് പോസ്റ്റ് ചെയ്യും. കഴിഞ്ഞ ദിവസം സുഹൃത്തായ സജീന രേണുവിനെ കാണാനായി ചെന്നിരുന്നു. രേണുവിന്റെ നിലവിലെ അവസ്ഥ കണ്ട് സ്തംഭിച്ചുപോയി എന്നാണ് സജീന പറയുന്നത്. നെഗറ്റീവ് പറയുന്നവർ അവളെ ഒന്ന് നേരിട്ട് കണ്ടാൽ പിന്നെ അവളെ വിമർശിക്കാൻ നിൽക്കില്ല എന്നും സജീന സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞു. വീട്ടിൽ ചെന്ന് രേണുവിനെ കണ്ടപ്പോൾ ഞാൻ ഷോക്കായി പോയി. രേണുവിനെ ഇങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് സത്യം. ഭയങ്കര വയ്യായികയായി, എനർജി ഇല്ല, മുഖവും ശരീരവും മൊത്തത്തിൽ വല്ലാതെയായി. ആ രൂപം എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. ആകെപ്പാടെ ഇത്തിരിയേ ഉള്ളൂ. ഭയങ്കരമായും അവശയായിപ്പോയി. ആദ്യത്തെ കീമോയ്ക്ക് ശേഷം മനസ്സിന് എനർജി കൊടുത്ത് അവൾ വന്നതായിരുന്നു. റീൽസൊക്കെ ചെയ്ത് സന്തോഷവതിയായി ഇരിക്കുകയായിരുന്നു. അതിനിടയിൽ ഇതെല്ലാം കണ്ട ചില നാശം പിടിച്ചവർക്ക് സഹിച്ചില്ല. അസുഖബാധിതർ ഇങ്ങനെ കാണിക്കുമോ എന്ന് ചോദിച്ചാണ് അത്തരക്കാർ വന്നത്. മനസ്സിന്റെ കട്ടികൊണ്ടും അസുഖം മൂലം ശരീരത്തിൽ വന്ന വ്യത്യാസങ്ങൾ അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ടുമാണ് ആക്റ്റീവായി നിന്ന് അവൾ വീഡിയോകൾ ചെയ്തിരുന്നത്. അവളെ കണ്ടപ്പോഴുള്ള അവസ്ഥ എങ്ങനെ വിവരിക്കണമെന്ന് അറിയില്ല. സത്യത്തിൽ ഞെട്ടിപ്പോയി. രേണുവിന് അസുഖമില്ല എന്ന് പറഞ്ഞ് നെഗറ്റീവ് കമന്റുകൾ പറയുന്നവരോട് നിങ്ങൾ തുടർന്നും ഇത് തന്നെ പറയണം. എന്നാലേ നിന്റെയൊക്കെ കുടുംബത്തിലോ നിനക്കോ ഇതേ അസുഖം വരുമ്പോൾ വിഷമം മനസ്സിലാവുകയുള്ളൂ. പ്രതീക്ഷിക്കാത്ത ഒരു രൂപമാറ്റം 2ാമത്തെ കീമോയ്ക്ക് ശേഷം അവൾക്ക് വന്നു. കണ്ണൊക്കെ കുഴിഞ്ഞു, ചുറ്റും ഡാർക്ക് നിറം വന്ന് മുടിയെല്ലാം പോയി. ശക്തിയായി ഒന്ന് ഊതിയാൽ പറന്നു പോകുന്നത് പോലെയായി. എന്നെ കണ്ടതും അവൾ കരഞ്ഞു. ഞാൻ ചെല്ലുമ്പോൾ അവൾ ഉപ്പുമാവ് കഴിക്കുകയായിരുന്നു. അത് തന്നെ വളരെ പ്രയാസപ്പെട്ടാണ് കഴിക്കുന്നത്. കഴിച്ചതും ഛർദി തുടങ്ങി. എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെ വിഷമിച്ചു. ഞാൻ വരും, ഷോർട്ട് ഫിലിമും ആൽബവും ഒക്കെ ചെയ്യണം എന്ന് അവൾ പറഞ്ഞ് കരഞ്ഞു. അസുഖത്തിന്റെ കാഠിന്യം അവളിൽ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. നെഗറ്റീവ് പറയുന്നവർക്ക് അവളെ ഒരു നോക്കുപോയി കാണണം. അപ്പോൾ മനസ്സിലാകും എന്താണ് യഥാർത്ഥ അവസ്ഥയെന്ന്. രേണുവിനെ കണ്ട് സ്തംഭിച്ചു പോയി. പോസിറ്റീവ് കമന്റുകളെല്ലാം അവളെ ഞാൻ വായിച്ചു കേൾപ്പിച്ചു. ആരും എന്നെ മറന്നില്ല അല്ലേ ചേച്ചി എന്നാണ് അവൾ അത് കേട്ട ശേഷം എന്നോട് ചോദിച്ചത്. TV അവളുടെ മുറിയിൽ വെച്ചിട്ടുണ്ട്. കയ്യിലിട്ട പിക്ക് ലൈന് അഴിച്ചു. പൊട്ടി അളിഞ്ഞ് ഇൻഫെക്ഷനായി. ആ വേദന സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഊരിയത്. അവളുടെ കൂടെ ഇരുന്ന ഒരു ഫോട്ടോ പോലും എടുക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല. അത്രയും ആവശ്യമാണെന്നും സജീന പറഞ്ഞു. 6 കീമോയാണ് രേണുവിന് നിർദ്ദേശിച്ചിരിക്കുന്നത്. കീമോയ്ക്ക് ശേഷം ഒരു സർജറിയും ഉണ്ടാകും. ചികിത്സയ്ക്ക് ഭാരിച്ച ചെലവ് വരും എന്നതുകൊണ്ടാണ് അസുഖബാധിതയായി കിടക്കുമ്പോഴും രേണു വ്ലോഗുകൾ ചെയ്ത് യൂട്യൂബിൽ പങ്കിടുന്നത്. രേണു ആയിരുന്നു കുടുംബത്തിലെ ഏക വരുമാന മാർഗം. രോഗാവസ്ഥയിലും രേണുവിനെ അലട്ടുന്നത് മകൻ ഒറ്റപ്പെട്ടു പോകുമോ എന്ന ചിന്തയാണെന്നും സജീന പറഞ്ഞു. രേണുവിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ബിഷപ്പ് നോബൽ ഫിലിപ്പ് രംഗത്തെത്തിയിരുന്നു. ഈ അവസ്ഥയിലും രേണുവിനെ വിടാതെ വിമർശനം തുടരുന്നത് തെറ്റാണെന്നും ബിഷപ്പ് രേണുവിന്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞു. ഒരു മനുഷ്യൻ വേദനിക്കുമ്പോഴും ദുഃഖിക്കുമ്പോഴും നമ്മൾ അവരോടൊപ്പം നിൽക്കുക എന്നതാണ് ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യം. അവരുടെ പ്രയാസ സമയത്ത് അവരെ ഒരു വിഭാഗം ആൾക്കാർ തീർച്ചയായും പ്രാർത്ഥനയിൽ ചേർത്ത് നിർത്തുന്നുണ്ട്. എന്നാൽ മറുവിഭാഗം ഇപ്പോഴും ഭയങ്കരമായി സൈബർ ബുള്ളിങ് ചെയ്യുന്നു. ഒരു സമയത്ത് ഞാനും രേണു സുധിയും തമ്മിൽ പലവിധ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വ്യക്തിപരമായി ഞാനും രേണു സുധിയും തമ്മിൽ വഴക്കുണ്ടായിട്ടില്ല. സോഷ്യൽ മീഡിയ വഴി പരസ്പരം മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ രേണു ക്യാൻസർ രോഗത്താൽ വളരെയധികം സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 2 ട്രീറ്റ്മെന്റ് കഴിഞ്ഞു. അതിന്റെ വിശ്രമത്തിലാണ്. നിഷ്കളങ്കമായ സ്നേഹം രേണുവിന്റെ കുഞ്ഞിന് നമ്മളോടുണ്ട്. അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സാമ്പത്തികമായുള്ള സഹായത്തെക്കുറിച്ചല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മളൊരു വാക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആശ്വസിപ്പിക്കാൻ കഴിയുമെങ്കിൽ ആശ്വസിപ്പിക്കുക. രേണുവിനെ വെറുക്കുന്നവരോട് എനിക്കൊന്നും പറയാനില്ല എന്നും ബിഷപ്പ് നോബൽ ഫിലിപ്പ് പറഞ്ഞു. കഴിഞ്ഞ ദിവസമായിരുന്നു രേണുവിന്റെ 2ാമത്തെ കീമോ കഴിഞ്ഞത്. തനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ക്രൂരമായ വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ രേണു പ്രതികരിച്ചിരുന്നു. 2ാമത്തെ കീമോതെറാപ്പിക്ക് ശേഷം അതീവ ഗുരുതരാവസ്ഥയിലായതിനെ തുടർന്ന് ഒരാഴ്ചയോളം തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന വിവരവും ഇപ്പോഴുള്ള ഏക വരുമാന മാർഗമായ യൂട്യൂബ് ചാനലിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾക്ക് പിന്നിലെ സത്യാവസ്ഥയും രേണുവും സഹോദരിയും ചേർന്ന് വ്യക്തമാക്കി. രേണുവിന് ക്യാൻസറിൽ
ഇല്ല എന്നും മരുന്ന് ബില്ലുകൾ AI ഉപയോഗിച്ച് വ്യാജമായി ഉണ്ടാക്കിയതാണെന്നുമുള്ള ചില ബ്ലോഗർമാരുടെ പ്രചാരണങ്ങൾക്കെതിരെ രേണുവിന്റെ സഹോദരി ശക്തമായി രംഗത്തെത്തി. ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ജീവൻ രക്ഷാ മരുന്നുകളുടെ ഒറിജിനൽ ബില്ലുകൾ ഫാർമസി നമ്പറുകൾ സഹിതം പങ്കുവച്ചുകൊണ്ടാണ് ഈ വ്യാജ പ്രചാരണങ്ങളുടെ മുന ഒടിക്കുന്നത്. ചികിത്സയ്ക്കും ജീവിക്കാനുമായി യൂട്യൂബ് ചാനലിൽ നിന്നും ലഭിക്കുന്ന വരുമാനം മാത്രമാണ് തങ്ങൾക്ക് മുന്നിലുള്ളതെന്നും വ്യൂസിനും റീച്ചിനും വേണ്ടി ഒരു ക്യാൻസർ രോഗിയെ ഇനിയും ദ്രോഹിക്കരുതെന്നും വിതുമ്പലോടെ അവർ അഭ്യർത്ഥിക്കുന്നു. രണ്ടാമത്തെ കീമോതെറാപ്പിക്ക് ശേഷം കടുത്ത ഛർദിയും ശാരീരിക അസ്വസ്ഥതകളും കാരണം കഴിഞ്ഞ 5 ദിവസമായി ഞാൻ ICUവിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് ഡിസ്ചാർജായി വീട്ടിലെത്തി. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുടെ പ്രാർത്ഥനയും വഴിപാടുകളും കൊണ്ടാണ് ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത്. അവർക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയില്ല. ഇനിയും എനിക്ക് 4 കീമോകളും അതിനുശേഷം ശസ്ത്രക്രിയയും കൂടിയുണ്ട്. പൂർണ്ണ ആരോഗ്യത്തോടെ ഞാൻ തിരിച്ചു വരുമെന്ന് തന്നെയാണ് എന്റെ ഉറച്ച വിശ്വാസം. കുട്ടിക്കാലം തൊട്ടേ എന്റെയോ മറ്റുള്ളവരുടെയോ ശരീരത്തിൽ ഒരു മാരക രോഗവും വരാതിരിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എന്നിട്ടും എനിക്ക് എന്തുകൊണ്ടാണ് ഈ അസുഖം വന്നത് എന്ന് ആശുപത്രി കിടക്കയിൽ കിടന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു. നാളെ മറ്റുള്ളവരുടെ മുന്നിൽ ദൈവകൃപ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയാകാം ഇതെന്നാണ് എന്റെ മനസ്സിപ്പോൾ എന്നോട് പറയുന്നത്. എന്റെ അഭാവത്തിൽ മകൻ ഒറ്റപ്പെട്ടു പോകുമോ എന്നൊരു വിഷമം ഉള്ളിലുണ്ടായിരുന്നു. എന്നാൽ എന്റെ ചേച്ചിയുടെ മക്കളും എന്റെ മക്കളും അവനെ സ്വന്തം സഹോദരനെ പോലെയാണ് നോക്കുന്നത്. ഒരു അമ്മയുടെ വയറ്റിൽ ജനിച്ചതുപോലെ അവർ അവനെ ചേർത്ത് പിടിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. മനസ്സിന് അധികം വിഷമം ഉണ്ടാക്കരുതെന്നും ഫോൺ ഉപയോഗിക്കരുതെന്നും ഡോക്ടർമാർ എന്നോട് കർശനമായി പറഞ്ഞിട്ടുണ്ട്. അതിനാൽ ഞാൻ ഫോൺ ഉപയോഗിക്കാറില്ല. എന്നാൽ ഈ യൂട്യൂബ് ചാനൽ മാത്രമാണ് എൻ്റെ ഏക വരുമാന മാർഗം. എനിക്ക് ജീവിക്കാൻ വേറെ വഴികളില്ല. എന്നെ സ്നേഹിക്കുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പിന്തുണയ്ക്കുകയും വേണം. ദയവായി എൻ്റെ പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി എന്നെ അവഹേളിക്കരുത്. എന്നെ പോലെ ക്യാൻസർ ബാധിച്ച് പ്രയാസം അനുഭവിക്കുന്ന ഒട്ടനവധി രോഗികളുണ്ട്. ആ വേദന അത് അനുഭവിക്കുന്നവർക്ക് അവരുടെ കുടുംബത്തിനോ മാത്രമേ മനസ്സിലാകൂ. അവരോട് അല്ലെങ്കിലും അല്പമെങ്കിലും കരുണ കാണിക്കുക എന്നതാണ് രേണുസുതി പറഞ്ഞത്. രണ്ടാമത്തെ കീമോയ്ക്ക് ശേഷമുള്ള അസ്വസ്ഥതകൾ കാരണമാണ് രേണുവിനെ ICUവിൽ പ്രവേശിപ്പിച്ചത്. എന്നാൽ ഇതിനിടയിലും രേണുവിന് ക്യാൻസർ ഇല്ല എന്നും മരുന്നിന്റെ ബില്ല് AI ഉപയോഗിച്ച് വ്യാജമായി ഉണ്ടാക്കിയതാണെന്നും ചില ബ്ലോഗർമാർ പ്രചരിപ്പിക്കുന്നുണ്ട്. ഞങ്ങളുടെ സാഹചര്യം കൊണ്ടാണ് ആ ബില്ല് പോലും സോഷ്യൽ മീഡിയയിൽ കാണിക്കേണ്ടി വന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഇൻഹൌസ് ഡ്രഗ് ബാങ്കിൽ നിന്നാണ് ഞങ്ങൾ ഈ മരുന്ന് വാങ്ങുന്നത്. ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ബില്ലിലുള്ള നമ്പറിലോ ഫാർമസിയിലോ വിളിച്ച് നേരിട്ട് അന്വേഷിക്കാവുന്നതേ ഉള്ളൂ. ഫാർമസിക്ക് ലൈസൻസ് കിട്ടിയ വർഷമാണ് ബില്ലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. രോഗിയുടെ പേരും വിവരങ്ങളും കൃത്യമായി അതിലുണ്ട്. മരുന്നിന്റെ ഉയർന്ന വില പുറത്തറിഞ്ഞ് ആളുകൾ വിമർശിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അതിന്റെ വില മാത്രം മറച്ചുവെച്ചത്. അല്ലാതെ അതിൽ യാതൊരു കള്ളത്തരവുമില്ല. ചില വ്ലോഗർമാർ ക്യാൻസർ രോഗികളുടേതെന്ന പേരിൽ ചില ഓഡിയോ ക്ലിപ്പുകൾ പങ്കുവച്ചുകൊണ്ട് രേണുവിനെ വിമർശിക്കുന്നുണ്ട്. എന്നാൽ ഈ രോഗം ബാധിച്ച് അതിന്റെ വേദന അനുഭവിച്ചറിഞ്ഞ ഒരു ക്യാൻസർ രോഗിയും മറ്റൊരു രോഗിയെക്കുറിച്ച് ഇത്രയും മോശമായി സംസാരിക്കില്ല. ആ വോയിസ് ക്ലിപ്പുകൾ കെട്ടിച്ചമച്ചതാണെന്നും തോന്നുന്നു. മുൻപ് രേണു എന്തിനാണ് മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകുന്നത് എന്ന് വിമർശിച്ചതുകൊണ്ടാണ് അവൾ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയത്. ഇത് സാധാരണ പെയിൻ കില്ലർ അല്ല, അവളുടെ ജീവൻ നിലനിർത്താനുള്ള ലൈഫ് സേവിംഗ് മെഡിസിൻ ആണ്. 6 കീമോ കഴിഞ്ഞാലും ചിലപ്പോൾ ഈ മരുന്ന് വീണ്ടും ആവശ്യമായി വരും. അതിന് ഭീമമായ തുക വേണം. അതിനാണ് അവൾ ഈ ചാനലുമായി മുന്നോട്ട് പോകുന്നത്. ദൈവത്തെ ഓർത്ത് വ്യൂസിനും റീച്ചിനും വേണ്ടി അവളെ ഇനിയും ദ്രോഹിക്കാതിരിക്കുക. അവളെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട്. ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി അവൾ തിരിച്ചു വരണം. സഹായിച്ചില്ല എങ്കിലും അവളെ ക്രൂശിക്കുന്ന വീഡിയോകൾ ചെയ്യരുത്. നിങ്ങളുടെ കുഞ്ഞിനു വേണ്ടി അവൾ ജീവനോടെ തിരിച്ചു വരണം. സഹായിച്ചില്ല എങ്കിലും അവളെ ക്രൂശിക്കുന്ന വീഡിയോകൾ ചെയ്യരുതെന്നും അവൾക്കായി പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ എന്നുമായിരുന്നു രേണുവിന്റെ സഹോദരി പറഞ്ഞത്. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.